പണ്ട് പണ്ട് ഒരു പുഴയുടെ തീരത്ത് ധാരാളം എലികൾ താമസിച്ചിരുന്ന ഒരിടമുണ്ടായിരുന്നു. ആരും ഉപദ്രവിക്കാനില്ലാത്തതിനാൽ അവരവിടെ സന്തോഷത്തോടെ നടന്നു. ഒരു ദിവസം തൊട്ടടുത്ത കാട്ടിൽ നിന്ന് ഒരു സൂത്രക്കാരൻ പൂച്ച അവിടേക്ക് വന്നു. അവന് എലികളെ ഓടിച്ചിട്ട് പിടിക്കാൻ ആരോഗ്യമില്ലായിരുന്നു. ഒരു തന്ത്രം പ്രയോഗിക്കാമെന്നും എലികളെ തിന്നൊടുക്കാമെന്നും അവൻ വിചാരിച്ചു. ആ പൂച്ച പുഴയുടെ തീരത്തുള്ള ഒരു കല്ലിന് മുകളിൽ പോയി ഇരുന്നു. സന്യാസിയെപ്പോലെ കണ്ണടച്ച് കയ്യിൽ ജപമാലയുമായി ധ്യാനിക്കാൻ തുടങ്ങി. പൂച്ച തപസ്സിരിക്കുന്നത് കുറച്ച് എലികൾ കണ്ടു. അവർക്ക് ആദ്യം ഭയമായിരുന്നെങ്കിലും പൂച്ചയുടെ ഭാവം കണ്ടപ്പോൾ സംശയം മാറി. അത് യഥാർത്ഥ സന്യാസി തന്നെയെന്ന് അവർ വിശ്വസിച്ചു. താൻ മാംസഭക്ഷണം ഉപേക്ഷിച്ചെന്നും തപസ് അനുഷ്ഠിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും പൂച്ച അവരെ വിശ്വസിപ്പിച്ചു. സന്യാസി പൂച്ചയെ കാണാൻ എലികൾ ഓരോന്നായി എത്തിത്തുടങ്ങി. തങ്ങളെ ഉപദ്രവിക്കാത്തതുകൊണ്ട് അവർക്ക് പൂച്ചയോട് സ്നേഹവും ബഹുമാനവും തോന്നി. എലികൾ പതിയെ പതിയെ സന്യാസി പൂച്ചയോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങി. പൂച്ച സന്യാസി കണ്ണടച്ച് ഗൗരവത്തോടെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനിപ്പോൾ പൂർണ്ണമായും മാറി. ഞാൻ അഹിംസയുടെ പാതയിലാണ്. നിങ്ങളുടെ പേടി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. നിങ്ങൾ പേടിക്കാതെ എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് ധർമ്മോപദേശം നൽകാം. ഇത് കേട്ട് എലികൾക്ക് കൂടുതൽ വിശ്വാസമായി. ഓരോ ദിവസവും ധർമ്മോപദേശം കേൾക്കാനായി എലികൾ പേടിയില്ലാതെ പൂച്ചയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ധർമ്മോപദേശം കഴിഞ്ഞു പോകുമ്പോൾ പൂച്ച ചാടി ഓരോ എലിയെയും പിടികൂടി. കലപില കൂട്ടി പിരിഞ്ഞു പോകുന്നതിനിടെ എലികൾ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിലെ ഒരു വയസ്സൻ എലിക്ക് സംശയം തോന്നി. ഈ പൂച്ചയുടെ തപസ്സിന് പിന്നിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വയസ്സൻ എലിക്ക് മനസ്സിലായി. അത് മറ്റെലികളോട് പറഞ്ഞു, ഒരു പൂച്ച എങ്ങനെയാണ് പെട്ടെന്ന് സന്യാസിയാവുക? നമുക്ക് ശ്രദ്ധിക്കണം. ഒരു ദിവസം അവർ പൂച്ചയെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. കൂട്ടത്തിലെ കരുത്തരായ എലികൾ ഒരു ദിവസം പൂച്ചയുടെ പിന്നിൽ ശ്രദ്ധയോടെ നടന്നു. കുറച്ചു ദൂരം നടന്ന് അവർ പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് കൈനഖമെല്ലാം പുറത്തിറക്കി കൊമ്പെല്ലാം കാണിച്ചു നിൽക്കുന്ന പൂച്ച സന്യാസിയുടെ രൂപമാറ്റം അവർ കണ്ടു. ഉടൻ തന്നെ എലികളെല്ലാം ഒരുമിച്ചു കൂടി. എന്നിട്ടവർ ആ കള്ളപ്പൂച്ച സന്യാസിയെ പുഴക്കരയിൽ നിന്നും ഓടിച്ചു. അതിനുശേഷം അവർ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.